നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയേത്? നിറയെ സ്വപ്നങ്ങളുമായാണ് നിമിഷപ്രിയയും ഭർത്താവും യമനിലേക്ക് വിമാനം കയറിയത്. നിമിഷപ്രിയയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് 2017 യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്താണ്? 8 വർഷത്തെ നിയമപോരാട്ടം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇനി മോചനത്തിന് മുന്നിലുള്ള തടസ്സങ്ങൾ എന്താണ്? വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ, ഭർത്താവ് തൊടുപുഴ സ്വദേശി ടോമി. 2012 ഇരുവരും യമനിലേക്ക് പോയത്. നിമിഷപ്രിയയ്ക്ക് നഴ്സായും ഭർത്താവ് ടോമിക്ക് സ്വകാര്യ സ്ഥാപനത്തിലും ജോലി. യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയെ പരിചയപ്പെടുകയും പങ്കാളിത്തത്തോടെ ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മെഹദിക്ക് കൈമാറി. കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മകൾ മിഷേലും നാട്ടിലേക്ക് വന്നു. നിമിഷ വീണ്ടും യമനിലേക്ക് പോയെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ടോമിയുടെ യാത്ര മുടങ്ങി. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യം മാന്യമായി ഇടപെട്ടിരുന്ന തലാൽ മെഹദിയുടെ സ്വഭാവം പിന്നെ മാറി. നിമിഷ ഭാര്യയാണ് എന്ന് പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ കൈക്കലാക്കി. പാസ്പോർട്ട് തട്ടിയെടുത്തു. സ്വർണമെടുത്തു വിറ്റു. നിമിഷപ്രിയ പരാതി നൽകിയതോടെ ക്രൂരമർദ്ദനം. 2017 ജൂലൈ 25 നിമിഷപ്രിയയുടെ ജീവിതം കീഴ്മേൽ മറിച്ച സംഭവങ്ങൾ ഉണ്ടായത്. അമിത ഡോസിൽ മരുന്ന് കുത്തിവെച്ച് തലാലിനെ മയക്കി രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയയും ഒപ്പമുണ്ടായിരുന്ന യമൻ സ്വദേശിനി ഹനാനും ശ്രമിച്ചത്. പക്ഷേ തലാൽ കൊല്ലപ്പെട്ടു. പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് നിമിഷപ്രിയയും ഹനാനും പിടിയിലായി. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മെഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം. പക്ഷേ കോടതികൾ അത് അംഗീകരിച്ചില്ല. 2018 യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ നൽകാൻ കുടുംബസ്വത്തടക്കം വിറ്റാണ് ബന്ധുക്കൾ കോടതിയിൽ പണം കെട്ടിവെച്ചത്. പക്ഷേ 2020 അപ്പീൽ കോടതി വധശിക്ഷ ശരിവെച്ചു. ശിക്ഷാ ഇളവിനായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയെങ്കിലും പരിഗണിച്ചില്ല. 2021 ഓഗസ്റ്റിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. തുടർ നിയമ പോരാട്ടങ്ങളും കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ കുടുംബവുമായി ചർച്ചകളും സജീവമാക്കി. യമൻ സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചു. 2023 നവംബറിൽ വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി തള്ളി. 2016 മുതൽ യമനിൽ പോകാൻ ഇന്ത്യക്കാർക്ക് വിലക്കുണ്ട്. നിയമ പോരാട്ടത്തിനൊടുവിൽ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയതോടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി 2024 ഏപ്രിലിൽ യമനിലേക്ക് പോയി. ഏപ്രിൽ 24 സനായിലെ ജയിലിൽ പ്രേമകുമാരി മകൾ നിമിഷപ്രിയയെ കണ്ടു. 12 വർഷങ്ങൾക്ക് ശേഷം വികാരനിർഭരമായ കൂടിക്കാഴ്ച. മമ്മി കരയരുത്, സന്തോഷമായിരിക്കണമെന്ന് നിമിഷ പറഞ്ഞു. ഇരുവരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷാ ഇളവ് ലഭിക്കും. മുന്നിലുള്ള വഴി ദയാധനം നൽകിയുള്ള ശിക്ഷാ ഇളവ്. 2024 ജൂണിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബവുമായും ഗോത്ര നേതാക്കളുമായും ചർച്ചകൾ നടത്തി. ആദ്യഘട്ടമായി നൽകേണ്ട $20,000 $19,871 2024 ജൂലൈയിൽ കൈമാറി. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് 2024 ഡിസംബർ 30 നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്തയെത്തിയത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം തുടരുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. മാനുഷിക പരിഗണനയിൽ ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകിയെന്ന വാർത്ത ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിച്ചതാണ് പുതിയ പ്രതീക്ഷ. ഹൂതി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹദി അൽ മഷാദാണ് ശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയതെന്നും ഔദ്യോഗിക ഭരണകൂടത്തിന്റെ പ്രസിഡന്റ് റഷദ് അൽ അലിമി ശിക്ഷ അംഗീകരിച്ചിട്ടില്ലെന്നും എംബസി പറയുന്നു. ഏറെ സ്വപ്നങ്ങളുമായി യമനിലേക്ക് പോയ നിമിഷപ്രിയയെ ജീവനോടെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.